സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മൂന്നാമത്തെ മീറ്റ് റെക്കോർഡ് പിറന്നിരിക്കുകയാണ്. 2 മീറ്റ് റെക്കോർഡുകൾ ഇന്നലെ ട്രാക്കിൽ നിന്നായിരുന്നെങ്കിൽ ഇന്ന് ഫീൽഡിൽ നിന്ന് വരുന്നു. ഡിസ്കസ് ത്രോയിൽ ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ ഡിസ്കസ് ത്രോയിൽ സോന മോഹൻ കാസർഗോഡ് കുട്ടമത്ത് GHSSലെ വിദ്യാർത്ഥി 38.64. ഒരു വലിയ നേട്ടമാണ്. 8 വർഷം പഴക്കമുള്ള റെക്കോർഡ്. എങ്ങനെ ഉണ്ടായിരുന്നു കോമ്പറ്റീഷൻ? വലിയ സ്ട്രോങ് ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ഉണ്ടായിട്ടില്ല. അങ്ങനെ കോമ്പറ്റീഷൻ നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ 40 എബോവ് ചെയ്യാൻ പറ്റുമായിരുന്നു. ക്ലൈമറ്റ് ഏതെങ്കിലും തരത്തിൽ പ്രയാസം ഉണ്ടാക്കിയ? ക്ലൈമറ്റിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിന്, പക്ഷെ എന്നാലും ചെയ്തെടുത്തു. റെക്കോർഡ് വന്നു. കഴിഞ്ഞ വർഷം മുതലേ ഒരു ടാർഗറ്റ് ആയിരുന്നു, പക്ഷെ അത് നേടിയെടുക്കാൻ വേണ്ടി പറ്റി. വളരെ സന്തോഷം. നാഷണൽ ലെവലിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, ഹരിയാന പോലുള്ള അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ ഒരുപാട് സ്റ്റേറ്റിൽ നിന്ന് വലിയ താരങ്ങളുണ്ട്. അപ്പം നമ്മളെപ്പോഴും വലിയ ഒരുക്കങ്ങളും നമ്മൾ അതിനും ഉണ്ടാവും. അപ്പം നാഷണൽ ലെവലിൽ നമ്മളൊരു ഒരു എയിം എന്താണ്? ഞാൻ ഈ കഴിഞ്ഞ ജൂനിയർ മീറ്റിൽ പോയിട്ടുണ്ടായിന്, 6th പൊസിഷനിലേക്ക് വന്നിട്ടുണ്ടായി. മുന്നോട്ടേക്ക് ഇനി സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പറ്റും, അത് നേടിയെടുക്കണം. ഫസ്റ്റ് പരിശീലനം എങ്ങനെ ഉണ്ടായിരുന്നു? KC ത്രോസ് അക്കാഡമിയുടെ ഒരു പിന്തുണ, അവിടെ നിന്നുള്ള വളരെ ചിട്ടയായ പരിശീലനമാണല്ലോ ഇത്രയും എത്തിച്ചത്. അതെ, നല്ലൊരു പരിശീലനമാണ്. സാറ് വളരെ സപ്പോർട്ടാണ്. ചെറിയ ചെറിയ മിസ്റ്റേക്ക് എല്ലാം, വളരെ ചെറുതെല്ലാം നന്നായിട്ട് പറഞ്ഞു തന്ന് അങ്ങനെ ഓരോന്നോരോന്നായി സെറ്റ് ചെയ്തെടുത്തിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയത്. സാറിന് വലിയൊരു താങ്ക്സ് ഉണ്ട്. നിങ്ങൾ ത്രോ ചെയ്യുന്ന സമയത്ത് സാറിനാണ് ടെൻഷൻ കൂടുതൽ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു. അതെ, ശ്രീ KC ഗിരീഷ്, അതായത് നമുക്കറിയാം KC ത്രോസിന്റെ എല്ലാമാണ്. ആദ്യത്തെ മെഡൽ നമുക്ക് കിട്ടി. ഇനിയും ഇത്തവണത്തെ ആദ്യത്തെ അല്ലേ, ഫസ്റ്റ് ഈ വർഷത്തെ 2025 സ്കൂൾ മീറ്റിലെ ആദ്യത്തെ ഗോൾഡ് മെഡൽ വിത്ത് റെക്കോർഡ്. ക്യാമ്പ് നമ്മളെ വളരെ ഹാപ്പിയാണ്. എത്രമാത്രം നമ്മൾ പ്രതീക്ഷിക്കുന്നത്? നമ്മൾ 5 കുട്ടികളാണ് ഇപ്രാവശ്യം നമ്മൾ KC ത്രോസിന് വന്നത്. 8ഓളം മെഡലുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഒരു റെക്കോർഡും കൂടിയും ഇനി പ്രതീക്ഷിക്കുന്നുണ്ട്. 2 റെക്കോർഡ്. നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോഴേ ഇത്തവണ നാളെ ഒരു റെക്കോർഡ് വരുന്നുണ്ട്, നേരത്തെ കലക്കുട്ടി വരണമെന്ന് പറഞ്ഞു. എന്താ ഇത്ര കോൺഫിഡൻസോട് കൂടി എന്ന് പറയാൻ കാരണം? അത് ത്രോയിൻ്റെ അല്ലേ. നമ്മളിപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഉത്തരേന്ത്യയെ അല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മളെ കേരളത്തിലും ഇത് നല്ല താരങ്ങൾ കുട്ടികൾ വളർന്നു വരുന്നുണ്ട്. സബ് ജൂനിയറൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ വരുന്നുണ്ട്. കേരളത്തിൽ താരങ്ങളില്ലാതെയോ സൈസില്ലാതെയോ ഒന്നും ഒരു പ്രശ്നം ഇവിടെ ഇല്ല. അതിൽ തെളിവാണ് സർവാൻ്റെയൊക്കെ കഴിഞ്ഞ വർഷത്തെ ഇൻ്റർനാഷണൽ റിസൾട്ട്. നമ്മളെയൊക്കെ പുളകം കൊള്ളിച്ചുകൊണ്ടാണ് സർവാനൊക്കെ ഈ സ്കൂൾ മീറ്റ് വിട്ടുപോയത്. അനുപ്രിയ കോമൺവെൽത്ത് മെഡലിസ്റ്റ്. അപ്പം നമുക്ക് അനുപ്രിയയാണ് നെക്സ്റ്റ് നമ്മുടെ ഒരു നല്ലൊരു ടാർഗറ്റ് എന്ന് പറഞ്ഞത്. KC ത്രോസിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സോന മോഹനാണ്. അറിയാലോ, വലിയ സപ്പോർട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്, കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന്, നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ട ഒരു കുട്ടിയാണ് സോന മോഹൻ. ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. എന്നാലും അവരൊക്കെ വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്. ഡ്രൈവറാണ് ഫാദർ. അത് അമ്മക്കൊക്കെ താൽക്കാലിക ജോലി ഒരു ഷോപ്പിലൊക്കെ ടെക്സ്റ്റൈൽസിലൊരു ജോലിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുട്ടിയുടെ കാര്യം ശ്രദ്ധിക്കേണ്ടത് വേണ്ടി ആ ചെറിയ ജോലി പോലും ഒഴിവാക്കിയിട്ടാണ് ഇവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് വളരെ മുൻപന്തിയിൽ കേരളത്തിലെത്തെ ഇന്ന് നിലവിൽ എത്ര പ്രോത്സാഹനം കൊടുത്താലും എത്ര പറഞ്ഞാലും തീരാത്ത ഒരു ഫാമിലി ആയിട്ടാണ് അവരൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമാണ് നമുക്ക് കാസർഗോഡ് ജില്ലയ്ക്ക് ഈ ഒരു നേട്ടം. ഓക്കെ, സോന പറഞ്ഞതുപോലെ അച്ഛനും അമ്മയും വലിയ പ്രയാസങ്ങൾ, അവരൊക്കെ ലക്ഷ്യം തുടങ്ങിക്കഴിഞ്ഞു റെക്കോർഡോടുകൂടി. അപ്പോൾ അവരോട് എന്താണ് പറയാറുള്ളത്? അച്ഛനും അമ്മയും വളരെ സപ്പോർട്ടാണ്. എനിക്ക് വേണ്ടിയിട്ട് ജോലിയെല്ലാം ഒഴിവാക്കി എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം അമ്മ വീട്ടിലിരിക്കുവാണ്. അച്ഛനും അതുപോലെ ഇപ്പം പണിക്കോലൊക്കെ കുറവാണ്, എപ്പോഴും നമ്മളെ കൂടെ തന്നെയാണ്. വർക്കൗട്ടിന് പോകുമ്പോൾ ആയാലും. എങ്ങനെയുണ്ട് ഓട്ടോ ഓടിക്കുന്ന സമയത്തും മോളെ ഇങ്ങനെയൊക്കെ കൊണ്ടുവരണം, ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നി, അത് പ്രാവർത്തികമാക്കി ഇന്നിവിടെ നിൽക്കുമ്പം റെക്കോർഡാണ്? നല്ല പറയാനൊന്നും പറ്റുന്നില്ല. അത്രയും സന്തോഷത്തിലാണ്. അത് നമ്മൾ സന്തോഷം വരുമ്പോഴാണല്ലോ കറിയാ. സങ്കടം വരുമ്പോൾ മാത്രമല്ലല്ലോ, നമുക്ക് സന്തോഷം വരുമ്പോഴും നമ്മൾ ഒന്നും പറയാൻ കിട്ടുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. എന്നാലും ഞാൻ എൻ്റെ മോളോട് മുന്നോട്ട് പോകാൻ പറഞ്ഞത് ശരിയാണ്. അതായിരുന്നു യഥാർത്ഥ വഴിയെന്ന് നമുക്കിപ്പോൾ തോന്നുന്നു. അവൾ എന്നെ കണ്ടെടുത്ത വഴിയാണിത്. ഞാൻ പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല. അവളെ സ്വന്തമായിട്ട് എനിക്ക് സ്പോർട്സിന് താല്പര്യമുണ്ട്. എനിക്ക് അതിൽ നല്ല ഇതിലേക്ക് എത്താൻ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളെ സാറിനെ കാണാൻ പോകുന്നത്. സാറിനെ ഫസ്റ്റ് കാണാൻ പോകുന്നത് ഇവളുടെ ഇളയമയാണ്. ഇളയമ എന്നിട്ട് സാറ് പറഞ്ഞു വിട്ടു, അവ അങ്ങനെ വന്നാൽ പോരാ, അച്ഛനും അമ്മയും വരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനും ഭാര്യയും മകളും കൂടെ സാറിനെ കാണാൻ ആദ്യമായിട്ട് പോകുന്നത്. ആ പോയപ്പോൾ തന്നെ മാഷക്ക് ഇവളെ കണ്ടപ്പോൾ തന്നെ മാഷക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവന് നല്ല ത്രോയറായിട്ട് എടുക്കാൻ നമ്മൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് മാഷ് പറഞ്ഞു. ആറാന്ന് വാക്ക് തന്നു, ഇന്നത് നമുക്ക് കാണിച്ചു തരുന്നു.
നല്ല രീതിയിൽ നല്ല ത്രോ ചെയ്ത് റെക്കോർഡൊക്കെ എടുത്ത് നല്ല ഉഷാറായി വന്നു കൊണ്ട് മുകളിൽ നിന്ന്. സുഹൃത്തുക്കളൊക്കെ വിളിച്ചോ? നമ്മൾ ഓട്ടോയിലെ ഓടിക്കുന്ന എല്ലാവരും സുഹൃത്തുക്കളൊക്കെ വിളിച്ചോ? എല്ലാവരും ഹാപ്പിയാണ്? എല്ലാവരും ഹാപ്പിയാണ്. അതെ. അപ്പൊ അതിന് നമുക്ക് എന്താണ് ഇനിയിപ്പോ അടുത്ത ലക്ഷ്യം? നമുക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇവിടെ കൊണ്ടുപോകണമെന്നില്ലാണ് ഇത്. മാക്സിമം എന്ത് വേണം ചെയ്ത്. മോഹനൻ അല്ലേ പേര്? സോന മോഹനൻ എന്നുള്ളത് മോഹനൻ എന്ന് പറയുന്നത് നമ്മുടെ ചെറുത്തൂർ തന്നെയാണ്. ചെറുത്തൂർ ഹൈവേൽ തന്നെയാണ്. ഓക്കെ, വലിയ സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ കായിക താരങ്ങളും പിറവിയെടുക്കുന്നതിന് പിന്നിലുള്ള കഷ്ടപ്പാടുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു പോകും. പക്ഷെ അത് യഥാർത്ഥത്തിൽ ആളുകളത് പലരും ഉൾക്കൊള്ളുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നവരുണ്ടാകാം. ലക്ഷ്യം അച്ഛൻ്റേത് കൂടിയാണല്ലോ. മുന്നോട്ട് പോട്ടെ, ഞങ്ങളുടെ കൂടി പിന്തുണ. സോ എന്തായാലും ഗംഭീരമാട്ടെ. നാഷണൽ ലെവലിൽ 6 കഴിഞ്ഞ തവണ. ഇത്തവണ നമുക്ക് മെഡലിലേക്ക് വരണം കേട്ടോ. ഞങ്ങളും വലിയ സന്തോഷപ്പെടുക. അതിന് നമുക്ക് KC ത്രോസ് തുടങ്ങിക്കഴിഞ്ഞു, എറിഞ്ഞിടാൻ തുടങ്ങിക്കഴിഞ്ഞു, എറിഞ്ഞ് മെഡലുകൾ നേടാൻ തുടങ്ങിക്കഴിഞ്ഞു. ആദ്യ സ്വർണം സോന മോഹനിലൂടെ. അത് മീറ്റ് റെക്കോർഡാണ് ജൂനിയർ പെൺകുട്ടികളുടെ ഡിസ്കസ് ത്രോയിൽ. സനോജ് കുമാർ ബേപ്പൂരിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.